കുറച്ച് ഇമോഷണൽ ആവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 28 വർഷം ഇതാണ് എന്റെ ഒരു റൂം. ഇവിടെ ഞാൻ, അമ്മ, അവിടെ അച്ഛനായിരുന്നു കിടക്കണ്ടായിരുന്നു. ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. അതാണ് ട്വിസ്റ്റ്. അമ്മ, ഞാൻ, അച്ഛനായിരുന്നു ഈ ഒരു റൂമില്. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോ അച്ഛൻ എങ്ങനെയായിരിക്കും എന്നുള്ള കുറെ എനിക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇനിയിപ്പോ ഇവിടെ അങ്ങനെ ഓരോരുത്തർ റൂമിൽ നിന്ന് കുറഞ്ഞ് അച്ഛന് ഇല്ല, ഇനിയിപ്പോ അമ്മ മാത്രമായി. പക്ഷെ ഇതൊക്കെ ഒരു പാട്ടാണ് അല്ലെ ലൈഫിന്റെ. അഴകാ കളിത്തോഴി മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം. ഹലോ, ആദിചന്ദ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഇന്ന് നമ്മളുടെ തലേ ദിവസത്തെ പരിപാടിയാണ്. പുടവ വാങ്ങൽ ചടങ്ങാണ്. അപ്പൊ അതിന്റെ വീഡിയോസ് ആണ് ഇന്ന് ഫുള്ളിൽ. എന്ന തലേ ദിവസത്തെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. പുടവ വാങ്ങൽ ചടങ്ങാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ പൊന്നിനൊത്തൊരു പെണ്ണാണ് കൊന്ന മലരാൽ കോടിയുടുത്തൊരു മേടനിലാവാണ്. കണ്ണിറുക്കിയ താരകൾ ചൊല്ലണ ബ്ലാക്ക് രസമില്ല, ഇന്നാണ് നമുക്ക് പുടവ കൊടുക്കൽ ചടങ്ങ്. തലേദിവസം ആയതുകൊണ്ട് അപ്പം അവര് വരുമ്പത്തേക്ക് നമ്മൾ റെഡിയായി സെറ്റ് ചെയ്യാം. ചീഫ് ഗസ്റ്റ് സോറി, പുടവ വാങ്ങൽ ചടങ്ങ് കൊടുക്കണത് അവരാണല്ലോ. പുടവ വാങ്ങൽ ചടങ്ങാണ്. അപ്പൊ അതിന്റെ റെഡിയാവൽ പരിപാടിയാണ്. ഒരു പൂ വെക്കാനുള്ള കഷ്ടപ്പാട്. ലൂസാക്കിട്ട് ഇങ്ങനെ ഇവിടേക്ക് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെയും വരും അല്ലേ? നമ്മളുണ്ടല്ലോ തലേ ദിവസമാണ് ഈ ബാഗ് സെറ്റ് ചെയ്യാൻ പോണത് കേട്ടോ. ഏകദേശം ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സമയം കിട്ടുന്നില്ല. ഒന്നിനും സമയം കിട്ടുന്നില്ല. അപ്പൊ വേഗം ഇനിയിപ്പോ ഇത് വേണം സെറ്റ് ചെയ്യാനായിട്ട്. ഓൾറെഡി ഞാൻ കുറച്ച് ബാക്കിയൊക്കെ അവിടെ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടേതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ നമ്മൾ പാക്ക് ചെയ്യാണ്. കുറച്ച് ഡ്രസ്സുകൾ, കുറച്ച് നമുക്ക് വേണ്ട ഇത് മാത്രം നമ്മൾ പാക്ക് ചെയ്യുകയാണ്. എന്താ നമ്മൾ ആ ഒരു എന്താണ് മറ്റേ സാധനം 28 ഇയേഴ്സ് ഓഫ് ഇമോഷൻസ് നമ്മളൊരു സിംഗിൾ ബാഗിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. ടെൻഷനാണ്. ഫുഡ് വന്നിട്ടില്ല. ഇനി ഫുഡുകാരനെ വിളിക്കാനുള്ളതാണ്. ബാഗു നമ്മള് ചെറിയൊരു 2 പെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുത്, വളരെ ചെറിയ 2 പെട്ടി തൽക്കാലത്തിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും കുറെ എന്തൊക്കെയുണ്ട്. ഇപ്പൊ ഓർമ്മയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അല്ലേ? അത്രേ. പിന്നെ പറയാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാലേ, പിന്നെ എന്താണ് കുറച്ച് ഇമോഷണൽ ആവുന്ന അതല്ല, കുറച്ച് ഇമോഷണൽ ആവുന്ന പരിപാടി അതിപ്പോ തുടങ്ങണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങാം. കുറച്ച് ഇമോഷണൽ ആവുന്ന ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 28 വർഷം ഇതാണ് എന്റെ ലോകം. കുറച്ച് ഇമോഷണൽ ആവുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 28 വർഷം ഇതാണ് എന്റെ ഒരു റൂം. ഇവിടെ ഞാൻ, അമ്മ, അവിടെ അച്ഛനായിരുന്നു കിടക്കണ്ടായിരുന്നു. ഇന്നേ വരെ ഞാൻ ഒറ്റയ്ക്ക് കിടന്നിട്ടില്ല. അതാണ് ട്വിസ്റ്റ്. അമ്മ, ഞാൻ, അച്ഛനായിരുന്നു ഈ ഒരു റൂമില്. അപ്പോ അതില് ഇന്ന് വരെയും അമ്മയുടെ ഒപ്പമാണ് കിടന്നിരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ ടെൻഷൻസ് ഉണ്ട്. കരയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതെ. അപ്പം എനിക്ക് ആദ്യമൊക്കെ ഞാൻ പോകുമ്പോ അച്ഛൻ എങ്ങനെയായിരിക്കും എന്നുള്ള കുറെ എനിക്ക് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇനിയിപ്പം ഇവിടെ അങ്ങനെ ഓരോരുത്തർ റൂമിൽ നിന്ന് കുറഞ്ഞ് അച്ഛന് ഇല്ല, ഇനിയിപ്പൊ അമ്മ മാത്രമായി. പക്ഷെ ഇതൊക്കെ ഒരു പാട്ടാണ് അല്ലെ ലൈഫിന്റെ. യെസ്. സോ നമ്മള് കാരണം അവര് വരുന്നേ ഉള്ളൂ. ഞാൻ ഒരുപാട് പറഞ്ഞാൽ ഇമോഷണൽ ആവും. കുറച്ച് നല്ല മേക്കപ്പ് പോവും. കുറച്ച് നല്ല മൊമെന്റ്സ് കല്ലു ക്യാപ്ചർ ചെയ്തിട്ട് വ്ളോഗിലും നമ്മുടെ റീൽസിലും വരും. അത് കണ്ടാ മതി. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. എന്താ
എല്ലാം സെറ്റ് ചെയ്താ? സെറ്റാണ്. ഏകദേശം എല്ലാം സെറ്റായിട്ടോ. കാരണം അവര് ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. എന്റെ റിക്വസ്റ്റ് പ്രകാരം വൈശുവേട്ടന് വരുന്നുണ്ട് അല്ലേ? അതൊന്നും ഇപ്പോഴും അതൊക്കെ ആചാരമൊന്നും കുഴപ്പമില്ല. അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ആളും വരുന്നുണ്ട്. അപ്പൊ ലൈവ് ലൊക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും ആ പെണ്ണ് കാണലിന്റെ അതേ എക്സൈറ്റ്മെന്റ് ആണ് വീണ്ടും. അപ്പം അവരെത്താനായി. സോ എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. എക്സൈറ്റഡ് ആണ് ഗൈസ്. കല്യാണത്തിന് ടെൻഷൻ ഉണ്ട്, പക്ഷെ എന്നാ പോലും പെണ്ണ് കാണാൻ വരുമ്പോ നമ്മളെല്ലാവരും ഉള്ള ആ ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് വീണ്ടും. പിന്നെ ആദിന്റെ അടുത്ത് എന്താ പറയാ ആദി? അപ്പൊ എന്താണ്, നാളെയാണ് കല്യാണം. അതെ, അപ്പൊ എന്താ പറയാനുള്ളത്? എക്സൈറ്റഡ് ആണോ? ഇമോഷൻ ആണോ? എല്ലാം മിക്സഡ് ഇമോഷൻസ് ആണോ? പക്ഷെ കല്ലൂനൊന്നും വലിയ പ്രശ്നമില്ല. കാരണം എന്താന്നറിയാം, നമ്മള് ചന്ദ്രനഗർ ആയതുകൊണ്ട് കല്ലു ഞാനും ഭയങ്കര അതുകൊണ്ട് കല്ലു കരയില്ലല്ലോ. കരയോ? അതെ, പോളേ ചേച്ചി പോളേ. പോങ്ങണ്ടാ, പോകില്ല. ഞാൻ ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ഒക്കെ ഇവിടെ വെച്ചിട്ട് പോണേ ചേച്ചി. കല്ലൂര് പിന്നെ ഞങ്ങൾക്ക് 5 മിനിറ്റേ ഉള്ളൂ. ഇത് എന്താ ഭയങ്കര വെളിച്ചാ. കല്യാണം കഴിഞ്ഞാൽ അങ്ങോട്ടാ വരുന്നത് നേരെ. അതെ, അതുകൊണ്ട് അവൾക്ക് പ്രശ്നമില്ല. ഡെയിലി ഇനിയിപ്പൊ അവര് വന്നിട്ട് എക്സൈറ്റ്മെന്റ് ഇവിടെ ബാക്കിയുള്ളവർക്കാണ്. അവര് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഇതാ. അതെ, സെറ്റ്. ആരാത്? കളിത്തോഴി മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം താമരപ്പൂവിന്റെ ഇതളാണ്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അതെ അതെ. എങ്ങനെയുണ്ട് നാളത്തെ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ്? എക്സൈറ്റഡ് ആണ്. സെക്കൻഡ് ടീമാണ്. എക്സൈറ്റഡ് അല്ല, ഞാൻ വരുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അല്ലേ അത്. ഇന്ന് ഫുൾ പരിപാടി, വൈകുന്നേരത്തെ പരിപാടി സെറ്റ് ചെയ്തു. വൈകുന്നേരത്തെ പരിപാടി ഞാൻ നാളെ പറയാം. ഇന്ന് എനിക്കതിന് വൈശേട്ടന്റെ ഡാൻസ് ഉണ്ടെന്ന് കേട്ടു. വൈകിട്ട് ഉണ്ടാ? സ്റ്റെപ്പൊക്കെ പഠിച്ചില്ലേ? സ്റ്റെപ്പ് പഠിക്കുന്ന സമയവും കസിൻസ് എല്ലാരും ഉണ്ടാവും. ഇവരൊക്കെ കളിക്കും. അല്ലെ, സോറി, ഇവരൊക്കെ കളിക്കും. കല്ല നമ്മൾ ആ സൈഡ് അല്ലാട്ടാ. ഉണ്ടോ? ഇല്ല ഇല്ല, ഫുൾ DJ. അവിടെ ഒരാള് ശരി ബൈ.